നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് അഴിമതികൾ റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര ദിനംപ്രതി വിളിച്ചു പറയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. ഒരുപക്ഷേ രഘുറാം രാജൻ പറയാൻ ആഗ്രഹിച്ചതും ഇതൊക്കെ തന്നെയാണ്. നമുക്കറിയാം, 2G സ്പെക്ട്രം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു UPA സർക്കാരിനെ പിടിച്ചുലച്ചതെങ്കിൽ ഇവിടെ BJP ഈ രാജ്യത്തിൻ്റെ പൊതുമുതൽ മുഴുവൻ വിറ്റുതുലയ്ക്കുന്ന രീതിയിലേക്ക്, അത് എല്ലാ രീതിയിലും തകർക്കുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളെല്ലാം പരിപൂർണമായി 11 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി പൊളിച്ചടുക്കി കൈ കൊടുത്തു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ദാഹം തീരുന്നില്ല. ജനങ്ങളെ ദ്രോഹിക്കാൻ ഇനിയും പുതിയ പുതിയ പദ്ധതികൾ ഇറക്കുകയാണ്. ഇന്ത്യയുടെ പൊതുകടം 200 ലക്ഷം കോടി കവിയുന്ന സാഹചര്യത്തിൽ വീണ്ടും വലിയ കൊള്ളയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കർശന നിയമം കൊണ്ടുവന്നത്? കള്ളപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എല്ലാ രീതിയിലും തടയാൻ വേണ്ടി കൊണ്ടുവന്ന സിസ്റ്റമാണ്. BJP കണ്ണിപ്പൊടി ഇടുന്നത് പോലെ നോട്ട് നിരോധനമല്ലത്. യഥാർത്ഥത്തിൽ നോട്ട് നിരോധനം കൊണ്ട് ഈ രാജ്യത്ത് ഒരു രീതിയിലും കള്ളപ്പണം തടയാൻ കഴിഞ്ഞില്ല. മറിച്ച് വലിയ രീതിയിൽ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെ നമുക്കറിയാം, ഈ രാജ്യത്തെ വ്യാപകമായി വീണ്ടും കള്ളത്തരങ്ങൾ പെരുകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഈ രാജ്യത്തിൻ്റെ നികുതി കൊള്ളയടിക്കുന്നതിന് ധനമന്ത്രി കൂട്ടുനിന്നു എന്നുള്ളത് P. ചിദംബരം ഉൾപ്പെടെ മുൻപ് ധനകാര്യ മന്ത്രാലയത്തിൽ ഉണ്ടായിരുന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴിതാ BJPയുടെ നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമി വരെ നരേന്ദ്രമോദിയുടെ കാപട്യം എന്താണ് ജനങ്ങളുടെ നേർക്ക് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ 200 ലക്ഷം കോടിയുടെ പണം അത് ഈ രാജ്യത്തിന് നരേന്ദ്രമോദി തിരിച്ചു കൊടുക്കുമോ? അതാണ് വെല്ലുവിളിയായി പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം. സെബിയിൽ കൃത്രിമത്വം കാണിച്ച്, ഫ്രോഡ് കാണിച്ച് ഇവിടെ ഓഹരി വിപണിയിൽ വലിയ നഷ്ടങ്ങളും ഫ്ലക്ച്വേഷൻസും ഉണ്ടാക്കുന്നതിൽ വലിയ തോതിൽ അതിനകത്ത് നാച്ചുറലായിട്ടുള്ളതല്ല, കൃത്രിമത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൃത്യമായും സെബി വലിയ തോതിലുള്ള കള്ളക്കളി കളിച്ചു. അതിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് സ്വകാര്യ മേഖലയിൽ നിന്ന് വന്ന മാധവി പുരി ബുച്ചായിരുന്നു. ഇപ്പോൾ നിർമ്മല സീതാരാമൻ പല കാര്യങ്ങൾക്കും, അതായത് കോർപ്പറേറ്റുകൾക്ക് അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ധനമാന്ദ്യം, അത് റിസർവ് ബാങ്ക് ഗവർണർ ഓരോന്നായി എണ്ണി പറയുകയാണ്. നിർമ്മല സീതാരാമൻ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുകയാണ് എന്നുള്ളത് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഉദാഹരണ സഹിതം റിസർവ് ബാങ്ക് ഗവർണറിന് പറയാൻ കഴിയുക? ഈ രാജ്യം സമാനതകളില്ലാത്ത കടക്കണിയിലേക്ക് താഴുകയാണ്. 4ാം സാമ്പത്തിക ശക്തി എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ പൊതുകടം വർദ്ധിക്കുന്നതും GDPയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഈ രാജ്യത്തിനെ ആപത്കരമാക്കി വിടുന്നതും പണപ്പെരുപ്പവും ആരും കണ്ടില്ല എന്ന് നടിക്കരുത്.